ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അനൂസ് കേക്ക് ആർട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ബേക്കേഴ്സ് എന്ന കമ്പനിയുടെ ചോക്ലേറ്റ് ഫഡ്ജ് ബ്രൗണി മിക്സ് വെച്ചിട്ട് ബ്രൗണി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതിലെ ഇൻസ്ട്രക്ഷൻസ് അവിടെ 4 ലാംഗ്വേജസിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 125 രൂപയാണ് 250 ഗ്രാമിന്. അപ്പോൾ ഇത് വെച്ചിട്ട് ബ്രൗണി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യുന്നുണ്ട്. ഇതിൽ വേറൊരു പാക്കറ്റായിട്ടാണ് ഇതിന് ബ്രൗണി മിക്സ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് ഞാനിതിൽ ആ പ്രിമിക്സ് മൊത്തം ഇടുന്നില്ല, ഒരു 1/4 ഭാഗത്തിലും കൂടുതൽ ആ പാക്കറ്റിൽ മുക്കാൽ ഭാഗത്തിലും കൂടുതൽ ഇടുന്നുണ്ട്. കുറച്ച് ആ പാക്കറ്റിൽ തന്നെ വെക്കണുണ്ട് ലാസ്റ്റ് ഇടാനായിട്ട്. ഈ പാക്കറ്റിൽ ഓൾറെഡി ഈ ഷുഗറൊക്കെ ആഡഡ് ആണ്. അഡീഷണലായിട്ട് ഓയിലും വാട്ടറും ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഷുഗർ ആഡഡ് ആയ കാരണം, കൊക്കോ പൗഡറൊക്കെ ഉള്ളത് കാരണം ഇതിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇരിക്കുന്നത്. പരിച്ചപ്പോൾ ഇതിൽ ഷുഗറും കൊക്കോ പൗഡറും കൂടിയിട്ട് കട്ട പിടിച്ചാണ് ഇത് ഇരിക്കുന്നത്. ഇനി ഇത് ബിസ്ക്കറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 80 ml വാട്ടറാണ് വേണ്ടത്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 2 ബാച്ചായിട്ടാണ് ഇത് ആഡ് ചെയ്യണത്. ഇനി ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് ക്യാമറയിൽ കാണുന്നതിനാട്ടിയും നല്ല ഡാർക്കാണ്. ഇതിന് ഇച്ചിരി ലൈറ്റായിട്ടാണ് കാണുന്നതെങ്കിലും നേരിട്ട് ഇത് ഇച്ചിരി കൂടി ഡാർക്കാണ് ഇതിന് കളറ്. ഇനി അടുത്ത ബാച്ച് വാട്ടർ ആഡ് ചെയ്യണം. ഇനി ഇതും നല്ലപോലെ സൈഡിൽ പൊടിയൊക്കെ ഒന്ന് കൂടി മിക്സ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. ഇപ്പോൾ എല്ലാം കൂടിയിട്ട് നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മറ്റേ പാക്കറ്റിലുള്ള ബാക്കിയുള്ള ആ ഒരു പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇനി ആ പാക്കറ്റിൽ മൊത്തം ഇതിലേക്ക് ഇടുകയാണ്. ഇതിനെ അരിച്ചിട്ടില്ല, മൊത്തം ഇട്ടിട്ടുണ്ട്.
എന്നിട്ടിത് വീണ്ടും മിക്സ് ചെയ്യാണ്. പിന്നെ ഈ ബ്രൗണിയുടെ ബാറ്റർ പറഞ്ഞാൽ ഒന്നുകൂടി തിക്കായിരിക്കും, അതുകൊണ്ടാണ് ഇത്ര തിക്ക്. ഇനി ഇതിലേക്ക് ഓയിലും കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിലും കൂടി ആഡ് ചെയ്യണം. അത് ഓയിലൊരു 60 ml ആണ് അതിൽ പറഞ്ഞു തീർക്കണേ. അപ്പോൾ ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്യാം. ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിലും ബാറ്ററും കൂടിയിട്ട് നല്ല മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ 8 ഇഞ്ചിൻ്റെ ടിന്നാണ് പറഞ്ഞിരിക്കുന്നത്, ബോക്സിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ എൻ്റെ 7 ഇഞ്ചിൻ്റെ ടിന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരു 7 ഇഞ്ചിൻ്റെ ടിന്നിൽ, സ്ക്വയർ ടിന്നിൽ ബട്ടർ പേപ്പർ ഓയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബാറ്ററി ഇച്ചിരി കൂടി തിക്കായ കാരണം സ്പ്രെഡായ ഇച്ചിരി പണിയാണ്. അപ്പോൾ സൈഡിലേക്ക് കൊട്ടിയിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് പരത്തിയിട്ടൊക്കെയാണ് എല്ലായിടത്തേക്കും എത്തിക്കണേ. പിന്നെ ആ ബോക്സിന് ഇൻസ്ട്രക്ഷൻസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് 8 ഇഞ്ചിൻ്റെ ടിന്നിൽ, ഞാൻ പറഞ്ഞല്ലോ 8 ഇഞ്ചിൻ്റെ ടിന്നിൽ ബേക്ക് ചെയ്യാനാണ്. അത് ഓവനിൽ 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് വെക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഓവനില്ല, ഞാൻ നോർമലി സ്റ്റൗ ടോപ്പുമ്മയാണ് ചെയ്യൽ. അപ്പോൾ സ്റ്റൗ ടോപ്പുമ്മ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് വെക്കുകയാണ് ചെയ്തത്. ഇത് തിക്കായ കാരണം ഞാൻ കൊട്ടി കൊടുത്തിട്ടും സ്പാച്ചിൽ വെച്ചിട്ടൊക്കെയാണ് സെറ്റാക്കി കൊടുത്തത്. ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതുപോലെ സെറ്റായിട്ടുണ്ടായിരുന്നു. ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ ക്ലീൻ ആയിട്ട് തന്നെ വന്നു. അപ്പോൾ ബേക്കിങ് കറക്റ്റ് 30 മിനിറ്റ് ആയപ്പോൾ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചൂടോടെ കൊടുന്ന് കാണിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് പാനൊന്നും തൊടാൻ പറ്റില്ല, അമ്മാതിരി ചൂടാണ്. അപ്പോൾ ഞാൻ പതുക്കെ ആ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്ന് പൊക്കി വെക്കാൻ നോക്കുകയാണ്. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ അതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബട്ടർ പേപ്പറിലേക്ക് നല്ല ഒട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നേ ആ ബ്രൗണി. കുറച്ചുകൂടി കൊണ്ട് ഒട്ടി പിടിച്ചിട്ട് ഒട്ടും കിട്ടാത്ത ഒരു പരിവായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെ മാനേജ് ചെയ്തിട്ട് എടുത്ത് അതിന് ടിന്നിക്കല്ല ഒട്ടിപ്പിടിച്ചത്, ഈ ഒരു ബട്ടർ പേപ്പർ ബാറ്ററിക്ക് ഒന്നാകെ ഒട്ടിപ്പിടിച്ചിട്ട് ബട്ടർ പേപ്പർ അതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല ഈ ഒരു ബാറ്ററിയിൽ നിന്ന്. പിന്നെ ഇത് കട്ട് ചെയ്യാൻ നോക്കുമ്പോൾ നല്ല സോഫ്റ്റാണ്, ഒരു ക്ലീൻ കട്ടൊന്നും കിട്ടുന്നില്ല. കത്തി ഞാൻ സൈഡിലേക്ക് വലിക്കാതെ ആദ്യം മുകളിലേക്ക് വലിച്ചു നോക്കിയേ. അപ്പോൾ ആ സ്പഞ്ചൊക്കെ കൂടി വന്നിട്ട് ഒരു ക്ലീൻ കട്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു സൈഡിൽ കൂടെ വലിക്കച്ചിട്ട് അങ്ങനെയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അതിന് കിട്ടിയില്ല. അപ്പോൾ തീരെ ഉണ്ട് കത്തി അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് ഒന്നാകെ ആ ബ്രൗണി ആയി വന്നിട്ട് പൊടിഞ്ഞു പോരുമായിരുന്നു അങ്ങനെ വലിച്ചപ്പോൾ. അപ്പോൾ ഞാൻ മുകളിലേക്ക് വലിക്കുക തന്നെയാണ് ചെയ്തത്. അപ്പോഴും കത്തിമക്ക് നല്ല ബ്രൗണി പറ്റി പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഈ 7 ഇഞ്ചിൻ്റെ ടിന്നിൽ ഉണ്ടാക്കിയിട്ടത് ഒരു 9 പീസാക്കി കട്ട് ചെയ്യുന്നുണ്ട്.
ഇത് കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഇത് എനിക്ക് 125 രൂപക്ക് വാങ്ങിയതാണ്. 250 ഗ്രാം ഉണ്ടായിരുന്നു. 7 ഇഞ്ചിൽ ടിന്നിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 9 പീസൊക്കെ കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.